എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഏലിയാവ് ഇസബേലിൻ്റെ വാക്കിനെ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിൽ വന്നു കിടന്ന്, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം ഏലിയാവിൻ്റെ പ്രാണനെ തിരിച്ചെടുത്തില്ല. അടയും വെള്ളവും കൊടുത്ത് ഏലിയാവിനെ ബലപ്പെടുത്തി. ഏലിയാവിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിരുന്നെങ്കിൽ, ഏലിയാവിൻ്റെ മേലുള്ള നിയോഗം അവസാനിച്ചിരുന്നെങ്കിൽ, ദൈവം ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ തന്നെ ഏലിയാവിൻ്റെ പ്രാണനെ എടുത്തേനെ. പക്ഷേ ശുശ്രൂഷ ബാക്കി നിൽക്കുന്നത് കൊണ്ട് പ്രാണനെ തിരിച്ചെടുത്തില്ല. പകരം ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, ഓടാനുള്ള ധൈര്യം നൽകി. നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ ദൈവപ്രവൃത്തി അവസാനിച്ചിട്ടില്ലെങ്കിൽ, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം പൂർത്തിയായിട്ടില്ലെങ്കിൽ, നാം ആഗ്രഹിച്ചാൽ പോലും ദൈവം നമ്മുടെ പ്രാണനെ തിരിച്ചെടുക്കത്തില്ല. പകരം നിയോഗത്തെ പൂർത്തിയാക്കാനുള്ള, ഓടാനുള്ള ബലം നൽകുകയുള്ളൂ. ആ ദൈവത്തിൽ ശരണപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.